ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്നത് പുതുച്ചേരിയിലെ പാവകളുടെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ബൊമ്മൈ കോവിലിലേക്കാണ്. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെ തെന്നമ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ അഴകർ സിത്തർ ക്ഷേത്രമാണിത്. ഭക്തജനങ്ങൾക്ക് നേർച്ചകൾ നിറവേറ്റുന്നതിനും അനുഗ്രഹം തേടുന്നതിനും കളിമണ്ണും സിമൻറ്റും ഉപയോഗിച്ചുള്ള പാവകളെ സമർപ്പിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാട്. പോകുന്ന വഴി ധാരാളം പ്രകൃതി ഭംഗിയോടുകൂടിയ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. കണ്ടു കഴിഞ്ഞാൽ കേരളവുമായിട്ട് വളരെയധികം സാമ്യതകളുള്ള സ്ഥലങ്ങളാണ്. കൂടുതലും എനിക്ക് എൻ്റെ നാടാണ് മിസ് ചെയ്യുന്നത്. കാരണം എൻ്റെ വീട് കുട്ടനാട്ടിലാണ്. അപ്പം വീട്ടിലേക്ക് പോകുന്ന വഴി പോലെ തന്നെയാണ് തോന്നിയത്. ധാരാളം നെൽകൃഷി, അങ്ങനെ വാഴക്കൃഷി, അങ്ങനെ ധാരാളം കരിമ്പ് കൃഷി, അങ്ങനെ ഒരുപാട് കൃഷികളും ഉണ്ടായിരുന്നു. പല പല തട്ടുകളിലായിട്ടാണ് കൃഷികൾ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നെല്ലാണെങ്കിൽ അടുത്ത വയലിൽ മറ്റൊരു തരം കൃഷിയായിരിക്കും. അങ്ങനെ വളരെ നല്ല പ്രകൃതി ഭംഗിയോടുകൂടിയ സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അമ്പലത്തിലേക്കുള്ള പ്രധാന കവാടം. ഈ കവാടത്തിനുള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം കൊത്തുപണികളും പാവകളും നിറഞ്ഞ വലിയ ഒരു കവാടം തന്നെയാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ആയിരക്കണക്കിന് പാവകളാൽ ക്ഷേത്രത്തിന് ചുറ്റും നിറഞ്ഞിരിക്കുകയാണ്. ഭക്തർ അവരുടെ ആഗ്രഹ സാഫല്യത്തിന് ശേഷം പാവകളെ നിർമ്മിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കും. ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് അഴകിയ സിദ്ധർ എന്ന ഒരു സന്യാസി തെന്നമ്പക്കത്തി ധ്യാനിച്ചിരുന്നു. ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ, ആരോഗ്യം, സമ്പത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവർ കൈകൊണ്ട് നിർമ്മിച്ച പാവകളും വിവിധ ആകൃതിയിലും വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങളിലും ശ്രീകോവിലിന് ചുറ്റും സ്ഥാപിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നു. ഈ സവിശേഷ പാരമ്പര്യമാണ് ക്ഷേത്രത്തെ ആയിരക്കണക്കിന് പാവകളാൽ ഇപ്പോൾ സമ്പന്നമാക്കിയിരിക്കുന്നത്. ഇപ്പോഴും നിറയെ ഭക്തർ ഇവിടെ വരുന്നുണ്ട്. ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടത്, കല്യാണ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ധാരാളം വാഹനങ്ങൾ, വിമാനം, ഓട്ടോറിക്ഷ, ബൈക്ക്, കാറ്, ജോലി സംബന്ധമായ വക്കീൽ, ഡോക്ടർ, നേഴ്സ്, എയർഫോഴ്സ്, ആർമി, അങ്ങനെ എല്ലാ രീതിയിലുള്ള പാവകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വളരെ പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ക്ഷേത്രത്തിന് പുറകിലായിട്ട് ചെറിയ പാടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ തിരക്കുള്ള ക്ഷേത്രം തന്നെയാണ്. ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനം സമർപ്പിക്കുന്നുണ്ട്. ടോക്കൺ അനുസരിച്ചാണ് ഇവിടെ അന്നദാനം കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് അന്നദാനം കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും വിഗ്രഹങ്ങൾക്ക് ചുറ്റും നടക്കുകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ആനകളെയും കുതിരകളുടെയും വലിയ സ്റ്റാച്ചു തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സൈഡിൽ ഇരുന്ന് അവരൊക്കെ ഇവിടെ ഇരുന്ന് അന്നദാനം കഴിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം കൂടെ അവിടെ ചിലവഴിച്ചതിന് ശേഷം ചെറിയ റീൽസൊക്കെ എടുത്ത്, കുട്ടികളുടെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിച്ചു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായി പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.